എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണത്തിൻ്റെ ബാലകാണ്ഡത്തിലെ 55-ാമത്തെ സർഗത്തിൽ 22 മുതൽ 28 വരെയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു നിർത്തിയത് വിശ്വാമിത്രൻ തപസ്സൊക്കെ ചെയ്ത് കഠിനമായിട്ടുള്ള അസ്ത്രവിദ്യകളൊക്കെ പഠിച്ചു വന്നിട്ട് ആ കഴിവുകൾ മുഴുവനും വസിഷ്ഠൻ്റെ ആശ്രമത്തിൻ്റെ സമീപത്ത് വന്നു നിന്ന് പ്രയോഗിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. അവിടെ പറഞ്ഞിട്ടാണ് നിർത്തിയത്. ഇനി എന്താണ് ഉണ്ടാവുന്നതെന്ന് നോക്കാം. 22-ാമത്തെ ശ്ലോകം നോക്കാം. ഉദീര്യമാണമസ്ത്രം തദ്വിശ്വാമിത്രസ്യ ധീമതഃ ദൃഷ്ട്വാ വിപ്രദ്രുതാ ഭീതാ മുനയഃ ശതശോദിശ. വിശ്വാമിത്രസ്യ ധീമതഃ ഉദീര്യമാണം അസ്ത്രം തദ് ദൃഷ്ട്വാ. വിശ്വാമിത്രൻ വളരെ ക്രുദ്ധനായിട്ട് വന്ന് വസിഷ്ഠൻ്റെ ആശ്രമത്തിൻ്റെ സമീപത്ത് നിന്നുകൊണ്ട് ആയുധങ്ങളൊക്കെ അയക്കാൻ തുടങ്ങിയപ്പോൾ ഉദീര്യമാണം അസ്ത്രം തദ് ദൃഷ്ട്വാ. ഉദീര്യമാണെന്ന് വെച്ചാൽ അയക്കുക, അസ്ത്രങ്ങൾ അയക്കുക. അങ്ങനെ അസ്ത്രം അയക്കുന്നത് കണ്ടപ്പോൾ ഭീതാഹ മുനയഃ, ഭീതാഹ ശതശഃ മുനയഃ, പേടിച്ചരണ്ടവരായ 100 കണക്കിന് മുനിമാര് ദിശഃ വിപ്രദ്രുതാഹ, ദിശഃ ദിക്കുകളിലേക്ക്, വിപ്രദ്രുതാഹ എന്ന് വെച്ചാൽ പ്രകർഷേണ വളരെ വേഗത്തിൽ ഓടിപ്പോയി. വേഗം അവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കി. ബ്രാഹ്മണരെല്ലാവരും അല്ലെങ്കിൽ താപസന്മാരെല്ലാവരും തന്നെ, മുനിമാരെല്ലാവരും തന്നെ വസിഷ്ഠൻ്റെ ആശ്രമത്തിൽ നിന്നും പേടിച്ചോടിപ്പോയി വിശ്വാമിത്രൻ്റെ ആക്രമണം കാരണം. അതോടൊപ്പം വസിഷ്ഠസ്യ ചയേ ശിഷ്യായേ ച വൈ മൃഗപക്ഷിണ വിദ്രവന്തി ഭയാത് ഭീതാ നാനാദിഭ്യ സഹസ്രശ. വസിഷ്ഠസ്യ ച യേ ശിഷ്യാഹ, ഈ മുനിമാര് പലരും ഉണ്ടായിരുന്നു, അവരെല്ലാവരും ഓടിപ്പോയി. ആ കൂട്ടത്തിൽ വസിഷ്ഠസ്യ ശിഷ്യാഹ, വസിഷ്ഠൻ്റെ ശിഷ്യഗണങ്ങളും അതിൽ പെട്ടിരുന്നു. അതോടൊപ്പം തന്നെ ആ ആശ്രമത്തിൽ ജീവിച്ചിരുന്ന മൃഗങ്ങൾ, പക്ഷികൾ, മൃഗങ്ങളെന്ന് പറയുമ്പോൾ മാനുകളുണ്ടാവും, മുയലുകളുണ്ടാവും, ആന വരെ ഉണ്ടാവും. ആശ്രമത്തിൽ താപസന്മാരും അതുപോലെ വസിഷ്ഠനും ഒക്കെ കൂടി വളർത്തിയിരുന്നതായ അല്ലെങ്കിൽ ആ ആശ്രമത്തിൽ വളർന്നിരുന്നവരായ മൃഗങ്ങളും പക്ഷികളും, പലതരത്തിലുള്ള പക്ഷികളും ഉണ്ടാവും. അവരൊക്കെ സമാധാനമായിട്ട് ആശ്രമത്തിൽ കഴിയായിരുന്നു. ഈ ആക്രമണം കാരണം അവരെല്ലാവരും തന്നെ ഓടിപ്പോയി. മൃഗങ്ങളും പക്ഷികളുമൊക്കെ വിദ്രവന്തി ഭയാത് ഭീതാഹ നാനാദിഭ്യ സഹസ്രശ, അവരും പേടിച്ചോടാൻ തുടങ്ങി. വിദ്രവന്തി, എല്ലാവരും ചിന്നിച്ചിതറി ഓടാൻ തുടങ്ങി പേടി കൊണ്ട്. സഹസ്രശഃ, ആയിരക്കണക്കിന്, 100 കണക്കിന് ജീവികൾ അല്ലെങ്കിൽ മനുഷ്യർ, മുനിമാർ ഒക്കെ തന്നെ പല ദിക്കിലേക്കായിട്ട് ഓടിപ്പോയി, നാനാ ദിക്കുകളിലേക്കായിട്ട് ഓടിപ്പോയി എന്നർത്ഥം. 24-ാമത്തെ ശ്ലോകം നോക്കാം. വസിഷ്ഠസ്യാശ്രമപദം ശൂന്യമാസീൻ മഹാത്മന മുഹൂർത്തമിവ നിശബ്ദമാസീതീരിണ സന്നിഭം. അങ്ങനെ അതിശക്തമായിട്ടുള്ള വിശ്വാമിത്രൻ്റെ ആക്രമണം കാരണം വസിഷ്ഠൻ്റെ ആശ്രമത്തിന് എന്താ സംഭവിച്ചത്? വസിഷ്ഠസ്യ ആശ്രമപദം മഹാത്മനഃ വസിഷ്ഠസ്യ, മഹാത്മാവായിട്ടുള്ള ആ വസിഷ്ഠൻ്റെ ആശ്രമപദം തൽക്കാലത്തേക്ക് ശൂന്യം ആസീത്. ആക്രമണം വരുമോ, വിശ്വാമിത്രൻ്റെ ആയുധങ്ങൾ വന്ന് പ്രഹരിക്കുമോ എന്ന് പേടിച്ചിട്ട് മുനിമാര്, ശിഷ്യന്മാര്, പക്ഷികള്, മൃഗങ്ങളെല്ലാം തന്നെ ഓടിപ്പോയി. അങ്ങനെ കുറച്ച് നേരത്തേക്ക് ആ ആശ്രമം ശൂന്യമായി തീർന്നു. ജീവജാലങ്ങളൊന്നുമില്ല, വെറുതെ മരങ്ങൾ മാത്രമേ ഉള്ളൂ. ആ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു. അതാണ് മുഹൂർത്തമിവ നിശബ്ദം ആസീത് ഈരിണ സന്നിഭം. ഈരിണ സന്നിഭം എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെട്ട സ്ഥലം, മരുഭൂമി പോലെയൊക്കെ ആയി തീർന്നു ആ വസിഷ്ഠൻ്റെ ആശ്രമം. തരിശുഭൂമി, മരുഭൂമി എന്നൊക്കെയാണ് ഈരിണ സന്നിഭം, ഈരിണം എന്ന് പറഞ്ഞ വാക്കിനർത്ഥം. എല്ലാവരും ഓടിപ്പോയതോട് കൂടിയിട്ട് ആ പ്രദേശം വളരെ ശുഷ്കിച്ചതായി തീർന്നു. മുഹൂർത്തം, അല്പനേരത്തേക്ക് അവിടെ നിശബ്ദം, ശബ്ദങ്ങളൊക്കെ അസ്തമിച്ചു. ഒരു ശബ്ദങ്ങളുമില്ല, ഒരനക്കവുമില്ല, മനുഷ്യരില്ല, മൃഗങ്ങളില്ല, പക്ഷികളില്ല. വല്ലാത്തൊരു ഏകാന്തത, ശ്മശാനത്തിലെ ഒരു ഏകാന്തത അവിടെ അനുഭവപ്പെട്ടു എന്നാണ് പറയണത്. വദതോ വൈ വസിഷ്ഠസ്യ മാ ഭൈരിതി മുഹുർമുഹു നാശയാമ്യദ്യ ഗാധേയം നീഹാരമിവ ഭാസ്കര ഏവമുക്ത്വാ മഹാതേജ വസിഷ്ഠോ ജപതാം വര
വിശ്വാമിത്രം തഥാ വാക്യം സരോഷമിതമബ്രവീത്. അങ്ങനെ ആ ഒരു ഒറ്റപ്പെടൽ ഏകാന്തമായിട്ടുള്ള തരിശുഭൂമി പോലെ ആയി തീർന്നപ്പോൾ, ആ പ്രദേശത്ത് ആകെ ആരുമില്ലാതെ വന്നപ്പോൾ വസിഷ്ഠൻ്റെ കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലായി. അപ്പോൾ വസിഷ്ഠൻ എന്തു പറഞ്ഞു? മാ ഭൈഹി ഇതി മുഹുർമുഹുഹു വസിഷ്ഠസ്യ വദത. ആരും പേടിക്കണ്ട, ആരും പേടിക്കണ്ട, ഞാനിവിടെ ഉണ്ട് എന്ന് പലതവണ വീണ്ടും വീണ്ടും വസിഷ്ഠൻ പറയുകയും ചെയ്തു. അതോടൊപ്പം തന്നെ എന്തു പറഞ്ഞു? ഗാധേയം നാശയാമി, ഗാധേയനെ ഞാനിപ്പോൾ നശിപ്പിക്കുകയാണ്. ഗാധേയൻ എന്ന് പറഞ്ഞാൽ വിശ്വാമിത്രനാണ്. വിശ്വാമിത്രനെ ഞാനിപ്പോൾ വധിക്കാൻ പോവുക, അല്ലെങ്കിൽ നശിപ്പിക്കാൻ പോവുകയാണ്. ഏതുപോലെ? ഭാസ്കരഹ നീഹാരമിവ, സൂര്യൻ മഞ്ഞിനെ എന്ന പോലെ. സൂര്യൻ ഉദിക്കുമ്പോൾ എത്ര വലിയ മഞ്ഞിൻ്റെ പുതപ്പുണ്ടെങ്കിലും അതൊക്കെ മാറിപ്പോവും, അതൊക്കെ ഉരുകി ഒലിച്ച് വെള്ളമായി തീരും. അതുപോലെ ഈ വിശ്വാമിത്രനെ ഞാനിപ്പോൾ ഇല്ലാതെയാക്കുകയാണ്. ആ വിശ്വാമിത്രൻ്റെ ഡംഭ്, അഹങ്കാരം മുഴുവനും ഞാനിപ്പോൾ ഇല്ലാതെയാക്കുകയാണ് എന്നാണ് വസിഷ്ഠൻ അവിടെ കൂടി ഇരുന്ന് അവിടെ നിന്ന് ഓടിപ്പോയവരോട് പറഞ്ഞത്. ഏവമുക്ത്വ, ഇപ്രകാരമൊക്കെ പറഞ്ഞിട്ട് മഹാതേജാഹ ജപതാംവരഹ വസിഷ്ഠ, മഹാതേജസ്വിയായ ജപതാംവരഹ, ജപതാംവരഹ എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠനായിട്ടുള്ള താപസന്മാരിൽ ഏറ്റവും ഉത്തമനായിട്ടുള്ള ആ വസിഷ്ഠൻ വിശ്വാമിത്രനോട് സരോഷം ഇതം വാക്യം അബ്രവീത്, ക്രുദ്ധനായിട്ട് രോഷത്തോടു കൂടിയിട്ട് ഇപ്രകാരം പറഞ്ഞു. ദേഷ്യപ്പെട്ട് പറഞ്ഞത് എന്താണ്? 27ാമത്തെ ശ്ലോകം നോക്കാം. ആശ്രമം ചിരസമൃദ്ധം യദ്വിനാശിതവാനസി ദുരാചാരോ ഹി യന്മൂഢസ്തസ്മാത്വം ന ഭവിഷ്യസി. 28ാമത്തെയും കൂടി നോക്കാം. അതിൽ 3 വരികളുണ്ട്. ഇത്യുക്ത്വാ പരമക്രുദ്ധോ ദണ്ഡമുദ്യമ്യ സത്വര വിധൂമൈവ കാലാഗ്നിർയമദണ്ഡമിവാപരം ഉപതസ്ഥേ മഹാതേജ വസിഷ്ഠഃ കൗശികസ്യ തു. ആശ്രമം ചിരസമൃദ്ധം. വസിഷ്ഠൻ വിശ്വാമിത്രനോട് പറയാണ്, ഈ ആശ്രമം ഞാൻ എത്ര കാലം കൊണ്ട് പടുത്തുയർത്തിയതാണെന്നറിയോ? എത്ര കാലം കൊണ്ടാണ് ഇത് ഈ ഒരു വിധത്തിൽ, ഈ ഒരു സൗന്ദര്യത്തിൽ വന്ന് ചേർന്നത് എന്നുള്ളത് അങ്ങേക്കറിയില്ല, നിനക്കറിയില്ല. യത് വിനാശിതവാനസി, എന്തുകൊണ്ട്? അതിൻ്റെ മാഹാത്മ്യം അറിയാത്തത് കൊണ്ടാണ് അങ്ങ്, അല്ലയോ വിശ്വാമിത്ര, അങ്ങ് ഈ ആശ്രമത്തിനെ നശിപ്പിച്ചത്. ദുരാചാരോഹിയൻ മൂഢ, അല്ലയോ മൂഢ, മണ്ടനാണ്, മണ്ടത്തരം ചെയ്യാണ്, അല്ലെങ്കിൽ അങ്ങ് അഹങ്കാരിയാണ്, അസൂയ ഉള്ളവനാണ്. അതുകൊണ്ടാണ് അങ്ങ് ഇങ്ങനത്തെ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യണത്. അങ്ങ് ദുരാചാരഹ ഹി, ദുരാചാരങ്ങൾ മാത്രം ചെയ്യാൻ വേണ്ടിയിട്ട്, ചീത്ത പ്രവൃത്തികൾ മാത്രം ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ജനിച്ചു വന്നവനാണ്. അതുകൊണ്ട് തസ്മാത് ത്വം ന ഭവിഷ്യസി, ഏറെക്കാലം അങ്ങ് ഇതുപോലെ ജീവിച്ചിരിക്കുകയില്ല. ഈ വേണ്ടാത്ത പ്രവൃത്തികൾ ചെയ്തിട്ട് ഞാൻ കാലങ്ങളായിട്ട് വളർത്തിക്കൊണ്ടുവന്നതായിട്ടുള്ള എൻ്റെ ആശ്രമത്തെ നശിപ്പിച്ചുകൊണ്ട് അങ്ങക്ക് ചിരകാലം ജീവിച്ചിരിക്കാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇത്യുക്ത്വ പരമക്രുദ്ധഃ ദണ്ഡം ഉദ്യമ്യ സത്വരഃ ദണ്ഡം ഉദ്യമ്യ, ഇപ്രകാരം പറഞ്ഞുകൊണ്ട് വളരെയധികം ക്രുദ്ധനായിട്ട് അവിടെ ഇരുന്ന ഒരു ദണ്ഡം കയ്യിലെടുത്തുകൊണ്ട്, ഒരു വടി പോലെയുള്ള ഒരു ദണ്ഡം, അത് തപോധനന്മാരുടെ ദണ്ഡമാവാം, ആ ദണ്ഡവും എടുത്തുകൊണ്ട് വളരെ വേഗത്തിൽ കൗശികൻ്റെ, വിശ്വാമിത്രൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. ഏതുപോലെ? വിധൂമ ഇവ കാലാഗ്നിഹി, വിധൂമ ഇവ കാലാഗ്നി, കാലാഗ്നി എന്ന് വെച്ചാൽ കാലം തീരുമ്പോൾ, ഓരോ യുഗങ്ങളൊക്കെ തീരുമ്പോൾ ഇവിടെ പ്രളയം ഉണ്ടാവും, അഗ്നി വരും, നിയന്ത്രണാതീതമാവും പഞ്ചഭൂതങ്ങളൊക്കെ. അപ്പോൾ ആ കാലാഗ്നിക്ക് പുകയില്ലാത്തതുപോലെ, അഗ്നിയായിട്ട് തന്നെ നിൽക്കണു, പുകയില്ലാന്നേ ഉള്ളൂ. അതുപോലെയാണ് ആ ദണ്ഡവും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വസിഷ്ഠൻ വിശ്വാമിത്രൻ്റെ അടുത്തേക്ക് ചെന്നത്. വിധൂമഹ കാലാഗ്നിഹി യമദണ്ഡം ഇവ അപരം, യമൻ തൻ്റെ ദണ്ഡ് പിടിച്ചുകൊണ്ട് വരുന്നത് പോലെ, യമദണ്ഡം അപരം യമദണ്ഡം ഇവ, യമൻ്റെ ദണ്ഡ് പോലെ. യമൻ ദണ്ഡ് പ്രയോഗിച്ചാൽ അവിടെ മരിക്കുക തന്നെ നിവൃത്തിയുള്ളൂ, വേറൊരു രക്ഷയുമില്ല. അതുകൊണ്ട് യമൻ്റെ ദണ്ഡ് പോലെ, യമൻ ദണ്ഡെടുത്ത് വരുന്നത് പോലെ വസിഷ്ഠൻ ബ്രഹ്മദണ്ഡവും എടുത്തുകൊണ്ട് ഉപതസ്ഥേ മഹാതേജ വസിഷ്ഠ, മഹാതേജസ്വിയായ താപസശ്രേഷ്ഠനായിട്ടുള്ള ആ വസിഷ്ഠൻ കൗശികസ്യ ഉപതസ്ഥേ, കൗശികന്റെ സമീപത്ത് വന്നു എന്നാണ് പറയണത്. തൻ്റെ കയ്യിലിരിക്കുന്നതായ ബ്രഹ്മദണ്ഡ് കൊണ്ട് ക്ഷത്രിയനായിട്ടുള്ള വിശ്വാമിത്രനെ വധിക്കാൻ തീരുമാനിച്ചുകൊണ്ടാണ് വസിഷ്ഠൻ അവിടേക്ക് വന്നത്. വളരെയധികം നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയല്ലോ വിശ്വാമിത്രൻ.
തൻ്റെ ആശ്രമം തകർത്തു. അതുപോലെ തന്നെ ശിഷ്യഗണങ്ങളെ മുനിമാരെയൊക്കെ ഓടിച്ചുവിട്ടു. പക്ഷികളെയും മൃഗങ്ങളെയും ഒക്കെ തകർത്തു. അങ്ങനെ പലതരത്തിലുള്ള നാശങ്ങൾ ഉണ്ടാക്കിയത് കൊണ്ട് ആ വിശ്വാമിത്രനെ വധിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ബ്രഹ്മദണ്ഡവും ഏന്തിക്കൊണ്ട് വസിഷ്ഠൻ വിശ്വാമിത്രൻ്റെ അടുത്തേക്ക് ചെന്നത്. ഈ ഒരു സർഗം തീരാണ്. അടുത്ത സർഗത്തിലും യുദ്ധം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇന്നത്തെ ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലാം. ഉദീര്യമാണമസ്ത്രം തദ്വിശ്വാമിത്രസ്യ ധീമത ദൃഷ്ട്വാ വിപ്രദ്രുതാ ഭീതാ മുനയഃ ശതശോദിശ വസിഷ്ഠസ്യ ച യേ ശിഷ്യാ യേ ച വൈ മൃഗപക്ഷിണഃ വിദ്രവന്തി ഭയാദ് ഭീതാ നാനാദിഗ്ഭ്യഃ സഹസ്രശഃ വസിഷ്ഠസ്യ ആശ്രമപദം ശൂന്യമാസീൻ മഹാത്മനഃ മുഹൂർത്തമിവ നിശബ്ദമാസീദീരിണ സന്നിഭം വദതോ വൈ വസിഷ്ഠസ്യ മാ ഭൈരിതി മുഹുർമുഹു നാശയാമ്യദ്യ ഗാധേയം നീഹാരമിവ ഭാസ്കരഃ ഏവമുക്ത്വാ മഹാതേജ വസിഷ്ഠോ ജപതാം വരഃ വിശ്വാമിത്രം തദാ വാക്യം സരോഷമിദമബ്രവീത് ആശ്രമം ചിരസമൃദ്ധം യദ്വിനാശിതവാനസി ദുരാചാരോ ഹി യന്മൂഢസ്തസ്മാത് ത്വം ന ഭവിഷ്യസി ഇത്യുക്ത്വാ പരമക്രുദ്ധോ ദണ്ഡമുദ്യമ്യ സത്വരഃ വിധൂമൈവ കാലാഗ്നിർയമദണ്ഡമിവാപരം ഉപതസ്ഥേ മഹാതേജ വസിഷ്ഠഃ കൗശികസ്യ തു. ബാക്കി ഭാഗങ്ങൾ അടുത്ത ദിവസം നോക്കാം. വളരെ ശക്തമായിട്ടുള്ള ആക്രമണം, അതുപോലെ തന്നെ വസിഷ്ഠൻ്റെ തയ്യാറെടുപ്പ്, ഇതൊക്കെ വർണ്ണിക്കുന്നതായിട്ടുള്ള സുന്ദരമായിട്ടുള്ള ശ്ലോകങ്ങൾ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.